ജ്ഞാനികളുടെ സന്ദർശനം. ഹെറോദസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? കാരണം ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ സകല പുരോഹിത പ്രമുഖന്മാരെയും ജനത്തിന്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി. ക്രിസ്തു എവിടെയാണു ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ. എന്തെന്നാൽ പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ യിസ്രായേലിനെ മേയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം സൂക്ഷ്മമായി അവരിൽ നിന്ന് അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് അവനെ ആരാധിക്കുന്നതിന് എന്നെ അറിയിക്കുക. രാജാവിനെ കേട്ട ശേഷം അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിൽക്കുന്നത് വരെ അവർക്കു മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവരുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന്, മീറ, കുന്തുരുക്കം എന്നീ കാഴ്ചകൾ അവന് അർപ്പിക്കുകയും ചെയ്തു. ഹെറോദാസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി.